സുഗമദേവി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിൻ്റെ പ്രമോ റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളുടെ മുരളിയാണെങ്കിൽ ദേവികയോടൊപ്പം പോകാൻ വേണ്ടി റെഡിയായി ഇറങ്ങുന്ന സമയത്ത് മുരളിയുടെ ഫോണിലോട്ടൊരു കോൾ വരുന്നുണ്ട്. എടുത്തു നോക്കുമ്പം ദേവികയാണ്. എന്താ ദേവി വിളിച്ചതെന്ന് ചോദിക്കുമ്പോൾ ഞാനൊരു കാര്യം പറയാനാണ് മുരളിയേട്ടനെ വിളിച്ചത്. മുരളിയേട്ടൻ എപ്പോഴും കൂടി വരണേന്ന് ചോദിക്കുമ്പം ഞാനിപ്പോൾ തന്നെ വരുമോ, വരാൻ വേണ്ടി ഇറങ്ങുമായിരുന്നു എന്ന് പറയുമ്പം എന്തായാലും മുരളിയേട്ടൻ ഇപ്പോൾ വരണ്ട, കുറച്ച് സമയം കഴിഞ്ഞ് വന്നാൽ മതി, ഞാൻ വിളിക്കാം. എന്ത് പറ്റി ദേവി, ഇന്ന് കുറേ പ്രോഗ്രാം ഉള്ളതല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇന്ന് കുറച്ച് പ്രോഗ്രാമൊക്കെ ഉണ്ട്, അതൊക്കെ ഞാൻ മാറ്റി വെച്ചു. എന്തായാലും നന്ദുവിനെ കൊണ്ടൊന്ന് ഹോസ്പിറ്റലിൽ പോകണം. ആ സമയം മുരളി ചോദിക്കുന്നുണ്ട് നന്ദൻ എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പം എന്താണെന്നറിയില്ല, ചെറിയൊരു പനി പോലെ, ഒന്ന് ഹോസ്പിറ്റലിൽ കാണിക്കണം, കൂടെ ഞാനും പോകണം, വന്നിട്ട് നമുക്ക് പോകാം, അപ്പം ഞാൻ വിളിച്ചേക്കാമെന്ന്. ആ സമയം മുരളി ചോദിക്കുന്നുണ്ട് ഇന്നല്ലേ ഷാരികയുടെ കോളേജിൽ പ്രോഗ്രാം, അതിന് പോകണ്ടേന്ന് ചോദിക്കുമ്പം ഹോസ്പിറ്റലിൽ പോയി വന്നിട്ട് ആ പ്രോഗ്രാമിൽ പങ്കെടുക്കണം, ഞാൻ വിളിക്കുമ്പോൾ മുരളിയേട്ടനും കൂടി വന്നാൽ മതി. ഫോൺ കട്ട് ചെയ്തതും മുരളിയാണെങ്കിൽ ഫോണില്ലാന്ന് വിചാരിച്ച് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഗൗരി ചോദിക്കുന്നുണ്ട് മുരളിയേട്ടൻ എന്താ പോകാത്തതെന്ന് ചോദിക്കുമ്പം ഇപ്പോൾ വിളിച്ചത് ദേവിക, ഇപ്പോൾ ചെല്ലണ്ടെന്നാണ് പറഞ്ഞത്, അതെന്ത് പറ്റി, ഇന്ന് പോകണമെന്ന് തീരുമാനിച്ചായിരുന്നല്ലേ എന്ന് ചോദിക്കുമ്പം എന്താണെന്നറിയില്ല, നന്ദനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോകണമെന്നാണ് പറഞ്ഞത്. നന്ദന എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ നന്ദന് പനിയാണെന്നാണ് പറഞ്ഞത്, ഇന്നലെ ഒന്നും ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല, ഇന്നിപ്പോൾ പെട്ടെന്ന് പനി ആയതുകൊണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് പിന്നീട് പോകാമെന്നാണ് പറഞ്ഞത്. എന്തായാലും ദേവി വിളിച്ചിട്ട് ചെന്നാൽ മതി എന്നാണ് എന്നോട് പറഞ്ഞേക്കണേന്ന്. പിന്നീട് കാണിക്കുന്നത് ദേവികേനെയും നന്ദനെയാണ്. ദേവികയാണെങ്കിൽ നന്ദനോട് പറയുന്നുണ്ട് നന്ദു നിനക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്, എന്തായാലും നമുക്കൊന്ന് ഹോസ്പിറ്റലിൽ വരെ പോകാം. ആ സമയം നന്ദൻ പറയുന്നുണ്ട് എനിക്കൊരു കുഴപ്പമില്ല ദേവി, എനിക്ക് കുറച്ച് സമയം എവിടെയെങ്കിലും സ്വസ്ഥമായിട്ടിരുന്നാൽ മാറാനുള്ള പ്രശ്നങ്ങളേ ഉള്ളൂ എന്ന് പറയുമ്പോൾ ദേവിക പറയുന്നുണ്ട് ഇല്ല, നല്ല പനിയുണ്ട്, എന്തോ കണ്ട് പേടിച്ചതുപോലെയാണ് നന്ദുവിൻ്റെ പെരുമാറ്റമൊക്കെ. ഇന്നലെ രാത്രി നന്ദുവാണെങ്കിൽ ഒട്ടും ഉറങ്ങിയിട്ടില്ല, എപ്പോഴും ഇങ്ങനെ പേടിച്ച് കരഞ്ഞെഴുന്നേക്കലായിരുന്നു. എന്ത് പറ്റി നന്ദു, നന്ദുവിൻ്റെ ഉള്ളിൽ എന്തോ ഒരു ടെൻഷനുണ്ട്, അതെന്താണെങ്കിലും ഞങ്ങളോട് പറ, ഞങ്ങൾ നന്ദുവിൻ്റെ ഒപ്പം തന്നെ നിൽക്കാമെന്ന്. ആ സമയം നന്ദനാണെങ്കിൽ ഋഷിയുടെ മുഖമാണ് ഓർമ്മ വരുന്നത്. ഋഷിയെ തല്ലിയതും ഋഷി ബോധം കെട്ട് വീണതും പിന്നെ ഋഷി മരിച്ചു എന്ന് കെവിൻ വിളിച്ചു പറഞ്ഞ ആ കാര്യങ്ങളൊക്കെയാണ് ഓർമ്മ വരുന്നത്. എന്നിട്ട് ഇത് ഇവരോട് പറഞ്ഞാലോ എന്ന് ഇങ്ങനെ മനസ്സിലാലോചിക്കുന്നുണ്ടെങ്കിലും പറഞ്ഞാൽ ദേവികയും അച്ഛനും അമ്മയൊക്കെ പേടിക്കുമെന്ന് ഓർത്ത് നന്ദനാണെങ്കിൽ ഒന്നും തുറന്ന് പറയണില്ല. ആ സമയത്ത് സിദ്ധാർത്ഥനും വന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി നന്ദ, ഞാൻ ഇന്നലെ മുതൽ ശ്രദ്ധിക്കണേ, നന്ദന എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്, എന്തോ ഒരു കാര്യം നീ ഞങ്ങളിൽ നിന്നും മറച്ചു വെക്കുന്നുണ്ട്, അതുകൊണ്ടാണ് നിനക്ക് ഇത്രയും ടെൻഷൻ, എന്താണെങ്കിലും ഞങ്ങളോട് തുറന്ന് പറയാമെന്ന്. ആ സമയം നന്ദൻ പറയുന്നുണ്ട് അച്ഛൻ എന്തൊക്കെയായി പറയണേ, എനിക്കങ്ങനെ ഒരു പ്രശ്നമില്ല, ഞാൻ നിങ്ങളിൽ നിന്നൊന്നും മറച്ചും വെക്കണില്ല, എന്തായാലും ഞാനിപ്പോൾ ഹോസ്പിറ്റലിലേക്കൊന്നും വരണില്ല. ആ സമയത്ത് പ്രഭാവതി വന്നിട്ട് പറയുന്നുണ്ട് നന്ദ നിനക്ക് നല്ല പനിയുണ്ട്, എന്തായാലും നീ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ ഒന്ന് കണ്ടിട്ട് വാന്ന്. അങ്ങനെ എല്ലാവരുടെയും നിർബന്ധത്തിന് വഴങ്ങി നന്ദനും ദേവികയും കൂടി ആസ്പത്രിയിലേക്ക് പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ അരുന്ധതിനെയാണ്. അരുന്ധതി ഋഷിയെ വിളിച്ചിട്ടൊരു വിവരം ഇല്ലാത്തതുകൊണ്ട് തന്നെ CPയെ വിളിക്കുന്നുണ്ട്. അങ്ങനെ CPയെ വിളിച്ചതും CP ഫോൺ എടുത്തിട്ട് എന്താ മേഡം എന്ന് ചോദിക്കുമ്പം CP ഇതുവരെ ഋഷിയെക്കുറിച്ച് ഒരു വിവരവും ഇല്ല, അത് മേഡം ടെൻഷനാവുമൊന്നും വേണ്ട, എന്തായാലും ഞാൻ അന്വേഷിക്കാൻ ആളെ ഏൽപ്പിച്ചിട്ടുണ്ട്, അവരെത്രയും പെട്ടെന്ന് ഋഷിയെക്കുറിച്ചുള്ള വിവരങ്ങൾ അന്വേഷിച്ച് നമ്മളുടെ അടുത്ത് പറയുന്നു. ആ സമയം അരുന്ധതി പറയുന്നുണ്ട് CP ഇവിടം വരെ ഒന്ന് വരാമെന്ന് ചോദിക്കുമ്പോൾ അതിനെന്താ മേഡം ഞാനിപ്പോൾ തന്നെ വരാമെന്ന് പറഞ്ഞ് CP ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. പിന്നീട് അരുന്ധതിയാണെങ്കിൽ ഇങ്ങനെ ആകെ ടെൻഷനോടുകൂടി ഇരുന്ന് ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. എന്തായാലും ഋഷി സുഖമില്ലാതെ കിടന്ന സമയത്ത് എങ്ങനെയെങ്കിലും അവനൊന്ന് എഴുന്നേറ്റ് നടക്കണമെന്നേ ആഗ്രഹിച്ചോളൂ. എഴുന്നേറ്റ് നടന്നു കഴിഞ്ഞപ്പം അവൻ പ്രഭാവതിയെ തോൽപ്പിക്കാനായിട്ട് ഇറങ്ങി, അതുകൊണ്ടാണ് ഇപ്പോൾ എൻ്റെ മകനെ എനിക്ക് എന്നിൽ നിന്നും അകറ്റി നിർത്തേണ്ട വന്ന്, എപ്പോഴും എൻ്റെ മകൻ എൻ്റെ കൂടെ തന്നെ ഉണ്ടാവണമെന്നാണ് ഞാൻ ആഗ്രഹിച്ചത്. ഇനിയിപ്പോൾ എന്തായാലും ഋഷിയെ മാറ്റി നിർത്താൻ പറ്റില്ല, അവൻ എന്ത് പ്രശ്നം ഉണ്ടാക്കിയാലും അവനെ എൻ്റെ കൂടെ തന്നെ നിർത്തണം, അവൻ പോയത് പിന്നെ സമാധാനമായിട്ട് ഞാൻ ഉറങ്ങിയിട്ട് പോലും ഇല്ലാന്ന് ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മളുടെ CP അങ്ങോട്ട് വരുന്നുണ്ട്. CPയെ കണ്ടതും ആ CP വന്നോ, എന്തായാലും CP ഇപ്പോൾ വന്നത് നന്നായി, ഞാനൊരു സമാധാനം ഇല്ലാതെ ഇരിക്കുമായിരുന്നു എന്ന്. പിന്നീട് കാണിക്കുന്നത് സിദ്ധാർത്ഥനെയും പ്രഭാവതിനെയാണ്. ദേവികയും നന്ദനും ഹോസ്പിറ്റലിലേക്ക് പോയതിന് ശേഷം പ്രഭാവതി സിദ്ധാർത്ഥനോട് പറയുന്നുണ്ട് നന്ദൻ എന്താ പറ്റി സിദ്ധു, ഇന്നലെ തൊട്ട് നന്ദന ആകെ ഒരു വെപ്രാളവും ബുദ്ധിമുട്ടൊക്കെ കാണിക്കുന്നുണ്ട്, മനസ്സിന് എന്തോ ബുദ്ധിമുട്ടുള്ളതുപോലെ അവൻ്റെ പെരുമാറ്റം എന്ന് പറയുമ്പം സിദ്ധാർത്ഥൻ പറയുന്നുണ്ട് ഞാനും അത് ശ്രദ്ധിച്ചു പ്രഭ, എന്തോ ഒരു കാര്യം അവൻ നമ്മളിൽ നിന്നും മറച്ചു വയ്ക്കുന്നുണ്ട്, അതുകൊണ്ടാണ് അവനക്ക് ഇത്രമാത്രം സങ്കടവും ദേഷ്യവും എല്ലാം കൂടി കാണുന്നത്, അതെന്താണെന്ന് അവൻ നമ്മളോടൊട്ട് പറയണമില്ലല്ലോ എന്ന്. ആ സമയത്ത് പ്രഭാവതി ചോദിക്കുന്നുണ്ട് ഇനി ദേവികയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യമാണെന്ന് ചോദിക്കുമ്പം അതിന് ദേവികയുമായി ബന്ധപ്പെട്ട എന്ത് കാര്യം ഉണ്ടാവാനോ, അതൊന്നുമല്ല, ഇത് വേറെ എന്തോ കാര്യമാണ്, അതവൻ നമ്മളോട് പറഞ്ഞാലല്ലേ നമുക്ക് മനസ്സിലാവുള്ളൂ, ഇങ്ങനെ ഉള്ളിൽ വെച്ചുകൊണ്ടിരുന്നാൽ നമ്മളെങ്ങനെ അറിയാനാ, എന്തായാലും കാര്യമായിട്ട് എന്തോ ഒരു പ്രശ്നം സംഭവിച്ചിട്ടുണ്ട്, അത് അന്ന് കെവിൻ്റെ കൂടെ പോയി വന്നതിന് ശേഷം ഇനിയിപ്പോൾ കെവിനോട് വിളിച്ച് ചോദിച്ചാലോ സിദ്ധു എന്ന് ചോദിക്കുമ്പം തൽക്കാലം ആരെയും വിളിച്ച് ചോദിക്കേണ്ട, എന്തായാലും മോളും നന്ദനും കൂടി ഡോക്ടറെ കണ്ടിട്ട് വരട്ടെ, എന്നിട്ട് നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ തീരുമാനിക്കാമെന്ന്.
ഇതേ സമയം നമ്മളുടെ കെവിനാണെങ്കിൽ നന്ദൻ്റെ ഫോണിലോട്ട് ഇങ്ങനെ വിളിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. നന്ദനാണെങ്കിൽ ഫോൺ വീട്ടിൽ വെച്ചിട്ട് പോയതുകൊണ്ട് തന്നെ കോൾ അറ്റൻഡ് ചെയ്യുന്നില്ല. അങ്ങനെ കുറേ പ്രാവശ്യം വിളിച്ചിട്ടും നന്ദൻ്റെ ഫോൺ എടുക്കാണ്ടാവുമ്പം കെവിൻ എന്നാൽ ദേവികയെ വിളിച്ച് നോക്കാമെന്നും പറഞ്ഞ് ദേവികയുടെ ഫോണിലോട്ട് വിളിക്കുന്നുണ്ട്. അങ്ങനെ നന്ദനും ദേവികയും ഹോസ്പിറ്റലിൽ നിൽക്കുന്ന സമയത്താണ് ഈ കെവിൻ്റെ ഫോൺ വരുന്നത്. കെവിൻ്റെ കോള് കണ്ടതും ദേവിക ഫോൺ എടുത്തിട്ട് എന്താ കെവിൻ എന്ന് ചോദിക്കുമ്പം കെവിൻ ദേവികയ്ക്ക് സംശയമൊന്നും തോന്നാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്നുമില്ല ദേവിക, ഞാൻ നന്ദനെ വിളിച്ചതാണ്. അപ്പോൾ അവൻ്റെ ഫോൺ ബെല്ലടിച്ചിട്ട് അവൻ ഫോൺ എടുക്കണില്ല, അവനവിടെ ഇല്ലേന്ന് ചോദിക്കണം. ആ സമയത്ത് ദേവിക പറയുന്നുണ്ട് നന്ദുവിൻ്റെ കയ്യിൽ ഫോണില്ല, ഫോൺ വീട്ടില്ല. അപ്പോൾ നിങ്ങളെവിടെയാണെന്ന് ചോദിക്കുമ്പോൾ ഞങ്ങളിങ്ങനെ ഹോസ്പിറ്റലാണ്, എന്ത് പറ്റിയെന്ന് ചോദിക്കുന്ന സമയത്ത് ദേവിക പറയുന്നുണ്ട് എന്താണെന്നറിയില്ല, രാവിലെ തൊട്ട് നന്ദുവിന് ഭയങ്കര പനി. അതുമാത്രമല്ല ഇന്നലെ രാത്രി നന്ദു മര്യാദക്കൊന്നും ഉറങ്ങിയിട്ട് പോലുമില്ല. എന്തോ കണ്ട് പേടിച്ച് എഴുന്നേക്കണ പോലെ നന്ദു ഇങ്ങനെ എഴുന്നേറ്റുകൊണ്ടിരിക്കുമായിരുന്നു. എന്താ പറ്റിയ കെവിൻ? ഇന്നലെ രാവിലെ ഒന്നും ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഇന്നലെ കെവിൻ്റെ കൂടെ പോയിട്ട് വൈകിട്ട് തിരിച്ചു വന്നതിന് ശേഷം നന്ദുവിൻ്റെ സ്വഭാവത്തിലൊക്കെ ഭയങ്കര മാറ്റം വന്ന് പേടിയോടുകൂടിയ നന്ദു മിണ്ടണതും നടക്കണതെല്ലാം. എന്താ സംഭവിച്ചത് കെവിൻ? ഇന്നലെ നിങ്ങൾ ഒരുമിച്ച് പോയപ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? ആ സമയത്ത് കെവിന് എന്ത് പറയണമെന്ന് അറിയാതെ ആദ്യം ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. പിന്നീട് ദേവിക ചോദിക്കുന്നുണ്ട് എന്താ കെവിൻ ഒന്നും മിണ്ടാത്തതെന്ന് ചോദിക്കുമ്പോൾ ഇല്ല ദേവിക, ഇന്നലെ അങ്ങനെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ നന്ദുവിന് എന്നാ പറ്റിയ? നന്ദു ആകെ ടെൻഷനിലാന്ന് പറയുമ്പം കെവിൻ പറയുന്നുണ്ട് നിങ്ങളിപ്പോൾ ഹോസ്പിറ്റലല്ലേ, ഇപ്പോൾ തന്നെ അവിടുന്ന് പോകുമെന്ന് ചോദിക്കുമ്പം ഇല്ല, ഡോക്ടറെ കണ്ടിട്ടില്ല. ഡോക്ടറെ കണ്ട് വിവരം പറഞ്ഞ് മരുന്ന് മേടിച്ചിട്ട് ഞങ്ങളിപ്പോൾ തന്നെ വീട്ടിലോട്ട് പോകും. എന്നാൽ ഞാൻ വീട്ടിലോട്ട് വരാം, നിങ്ങൾ വരുമ്പോഴേക്കും ഞാനവിടെ എത്തിയേക്കാമെന്നും പറഞ്ഞ് കെവിൻ ഫോൺ വയ്ക്കുന്നുണ്ട്. പിന്നീട് കെവിനാണെങ്കിൽ ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുന്നുണ്ട്. എന്തായാലും നന്ദൻ്റെ കൈ കൊണ്ട് ഇന്നലെ അവൻ മരിച്ചതിൻ്റെ ടെൻഷനായിരിക്കും നന്ദന്. ഇനിയിപ്പോൾ അത് അങ്ങനെ മാറ്റിയെടുക്കും. ആരോടെങ്കിലും പറയാൻ പറ്റുമോ? ആരോടെങ്കിലും ഈ വിവരം പറഞ്ഞാൽ ആ നിമിഷം നന്ദൻ അകത്താവും. അതുകൊണ്ട് ഇത് മറച്ചു വയ്ക്കാനേ പറ്റുള്ളൂ. എന്തായാലും ഡോക്ടറെ കണ്ടിട്ട് അവർ വരട്ടെ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ നന്ദുവിനെയാണെങ്കിൽ ഡോക്ടർ പരിശോധിക്കുന്ന സമയത്ത് ഡോക്ടർ ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും മാനസികമായിട്ടുള്ള ടെൻഷൻ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നന്ദൻ വീണ്ടും ഞെട്ടുന്നുണ്ട്. ആ ഞെട്ടൽ കാണുമ്പോൾ തന്നെ ഡോക്ടർ പറയുന്നുണ്ട് നിങ്ങൾ എന്തോ ഒരു വലിയ ടെൻഷൻ മനസ്സിൽ ഒളിപ്പിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് നിങ്ങൾക്കിപ്പോൾ ഇത്രയധികം പേടിയും വിഷമവും ഉള്ളത്. അതെന്താണെങ്കിലും നിങ്ങൾ തുറന്നു പറയാമെന്ന്. ആ സമയത്ത് നന്ദൻ പറയുന്നുണ്ട് ഇല്ല ഡോക്ടർ, എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ടെൻഷനൊന്നുമില്ലാന്ന്. ആ സമയത്ത് ഡോക്ടർ പറയുന്നുണ്ട് എന്നോട് പറയാൻ മടിയാണെങ്കിൽ ഇത് നിങ്ങളുടെ ഭാര്യയല്ലേ, ഭാര്യയോട് തുറന്നു പറ. എന്ത് പ്രശ്നമുണ്ടെങ്കിലും അത് ആരോടെങ്കിലും പറഞ്ഞ് പരിഹരിക്കണം. ആ സമയം നന്ദനാണെങ്കിൽ ഒന്നും പറയണില്ല. പിന്നീട് ഡോക്ടർ പനിക്കുള്ള മരുന്നൊക്കെ കൊടുത്തിട്ട് ദേവികയോട് പറയുന്നുണ്ട് ഞാൻ ചോദിക്കാവുന്നതിൻ്റെ പരമാവധി ചോദിച്ചു, നന്ദനൊന്നും വിട്ടു പറയുന്നില്ല. എന്തായാലും നിങ്ങൾ വീട്ടിൽ ചെന്നിട്ട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക. ഇതിപ്പോൾ പനിക്കുള്ള മരുന്നാണ് തന്നിരിക്കുന്നത്, ഈ മരുന്ന് കഴിച്ചാൽ മതി, 2 ദിവസത്തിനുള്ളിൽ പനിയൊക്കെ മാറിക്കോളും. പിന്നെ മനസ്സിന് എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ അത് ആരെങ്കിലും ചോദിച്ച് പറഞ്ഞ് മനസ്സിലാക്കിയെടുക്കണം, അല്ലാതെ മനസ്സിൻ്റെ പ്രയാസം മാറില്ല. എന്തായാലും നിങ്ങളിപ്പോൾ പോയിക്കോ, 2 ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും വന്ന് കാണുമെന്നും പറഞ്ഞു വിടുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ പ്രഭാവതിയും സിദ്ധാർത്ഥനും ഇങ്ങനെ ഇരിക്കുകയാണ്. ദേവികേനെയും നന്ദനെയും കാണുന്നില്ലല്ലോ, ഇനിയിപ്പോൾ ഹോസ്പിറ്റലിൽ ചെന്നിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ ഇങ്ങനെ പ്രഭാവതി പറയുന്ന സമയത്താണ് ദേവികയും നന്ദനും അകത്തേക്ക് കയറി തന്നെ. ആ സമയത്ത് സിദ്ധാർത്ഥൻ പറയുന്നുണ്ട് അവർ വന്നല്ലോ എന്ന്. അങ്ങനെ പ്രഭാവതിയും സിദ്ധാർത്ഥനും വന്നിട്ട് നന്ദനോട് ചോദിക്കുന്നുണ്ട് എന്താ നന്ദ നിനക്ക് പറ്റിയ, നിനക്ക് എന്താ കുഴപ്പം, നീ എന്തിനാ ടെൻഷൻ അടിക്കണേന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ല അമ്മേ എന്നും പറഞ്ഞിങ്ങനെ പേടിയോടുകൂടി സംസാരിക്കണാകുമ്പോൾ പ്രഭാവതി പറയുന്നുണ്ട് നന്ദൻ എന്തോ ഒരു പ്രശ്നം സംഭവിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ നന്ദൻ ഒരിക്കലും ഇങ്ങനെയൊന്നും പെരുമാറില്ല, എന്താണെങ്കിലും ഞങ്ങളോട് തുറന്നു പറ നന്ദാന്ന്. ആ സമയത്ത് ദേവികയും പറയുന്നുണ്ട് നന്ദുവിന് എന്ത് പ്രശ്നമുണ്ടെങ്കിലും ഞങ്ങളോട് തുറന്നു പറ, നന്ദുവിൻ്റെ കൂടെ ഞങ്ങളുണ്ടാവും, ഞങ്ങൾ നന്ദുവിനെ കൈവിടില്ല, എന്ത് കാര്യമാണെങ്കിലും തുറന്നു പറ നന്ദുന്ന്. ആ സമയത്ത് നമ്മളുടെ നന്ദൻ്റെ മനസ്സിലേക്ക് വരുന്നത് ഋഷീനെ ആ പലക വെച്ച് തള്ളണതും അതുപോലെ ഋഷി ബോധമില്ലാണ്ട് വീഴുന്നതൊക്കെയാണ്. ആ സമയം നന്ദു പേടിച്ചിട്ട് പറയുന്നുണ്ട് ഇല്ല അമ്മേ ഒരു പ്രശ്നമില്ല, ഞാൻ എന്തായാലും കുറച്ച് സമയം കിടക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് നന്ദനാണ് ഈ റൂമിലോട്ട് പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ അരുന്ധതിനെയും സി പിനെയാണ്. അരുന്ധതിയാണെങ്കിൽ സി പിയോട് പറയുന്നുണ്ട് ഋഷിയെ പറഞ്ഞു വിടാൻ പോയത് വലിയ തെറ്റായിപ്പോയി സി പി, ഋഷി ഇല്ലാതെ എനിക്കൊരു സമാധാനമില്ല, അവനെപ്പോഴും എൻ്റെ അടുത്ത് തന്നെ വേണം, എൻ്റെ മോൻ പോയതോടുകൂടി എൻ്റെ സന്തോഷമൊക്കെ പോയി, എത്രയും പെട്ടെന്ന് സി പി അവനെ തിരികെ കൊണ്ടുവരണമെന്ന്. ആ സമയത്ത് സി പി പറയുന്നുണ്ട് മേഡം ഞാൻ മേഡത്തോട് ഒരു കാര്യം പറയാനാണ് വന്നേ. എന്താ സി പി, എന്താണെങ്കിലും പറ, ഋഷിയെക്കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോയെന്ന് ചോദിക്കുമ്പം ഋഷിയെക്കുറിച്ച് ഒരു വിവരമില്ല, അത് മാത്രമല്ല ഋഷിയുടെ ബൈക്ക് റോഡ് സൈഡിൽ നിന്ന് പോലീസ് കണ്ടെടുത്തിരുന്നു. സമയത്ത് അരുന്ധതി ചോദിക്കുന്നുണ്ട് എന്ത് ഋഷിയുടെ ബൈക്ക് റോഡ് സൈഡിൽ കിടന്ന് കിട്ടിയിരുന്നു, അതെങ്ങനെ സംഭവിച്ചു, അപ്പോൾ ഋഷി എവിടെയെന്ന് ചോദിക്കുമ്പോൾ ഋഷിയെക്കുറിച്ച് ഒരറിവുമില്ല മേഡം, ഋഷിയെ അന്വേഷിക്കാവുന്നിടത്തൊക്കെ എല്ലാവരും അന്വേഷിച്ചു,
ഋഷിയുടെ സുഹൃത്തുക്കളോടൊക്കെ ചോദിച്ചപ്പോൾ അവർക്ക് ഒന്നും അറിയില്ല. അവർ പറഞ്ഞത് ഋഷി എങ്ങോട്ടോ യാത്ര പോവുകയാണെന്ന് പറഞ്ഞ് അവരോട് യാത്ര പറഞ്ഞു പോയിന്ന വേറെ ഒരു വിവരവും അവർക്കറിയില്ല. ഇനി നമ്മൾ ഋഷിയെ പോയി എവിടെ അന്വേഷിക്കും മേടുന്ന. ആ സമയത്ത് അരുന്ധതി ആണെങ്കിൽ എൻ്റെ മോൻ എന്ത് സംഭവിച്ചു CP എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരുന്ന് കരയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ നന്ദൻ കിടക്കണോടത്തേക്ക് കെവിനും ദേവികയും കൂടി വരാണ്. അങ്ങനെ കെവിൻ റൂമിൽ വന്നിട്ട് നന്ദാന്നും പറഞ്ഞ് വിളിക്കുന്ന സമയത്ത് നന്ദൻ എന്തോ പേടിച്ച് എഴുന്നേക്കണ പോലെ ഭയന്നിങ്ങനെ ഒച്ചയിട്ടുകൊണ്ട് എണീക്കുന്നുണ്ട്. എന്താണെന്ന് ചോദിച്ചു. ആ സമയത്ത് കെവിന് മനസ്സിലാവുന്നുണ്ട് ഈ ഋഷിയുടെ ആ മരണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ വെച്ചാണ് ഈ നന്ദന് ഈ ഒരു അവസ്ഥ വന്നേക്കണേ. എന്തായാലും നന്ദൻ്റെ സമനില തെറ്റിയെന്നുള്ള കാര്യം കെവിന് മനസ്സിലാവുന്നുണ്ട്. നന്ദൻ്റെ ഈ അവസ്ഥയ്ക്ക് താനാലോ കാരണക്കാരെന്നും പറഞ്ഞുകൊണ്ട് കെവിൻ ഇങ്ങനെ നിൽക്കണ ആ ഒരു സീനിലാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.